വെൽക്കം ടു ന്യൂമറൽ ആൻഡ് ഗണിത്. 6th ചാപ്റ്ററായ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്പറുകളുടെ പൊസിഷൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാം റിയൽ ലൈൻ വരച്ചുകൊണ്ട് നമ്പറുകളുടെ പൊസിഷൻ മാർക്ക് ചെയ്യാറുണ്ട്. ശരിയല്ലേ? എങ്ങനെയാണ് റിയൽ ലൈൻ വരയ്ക്കാറ്? ഒരു സ്ട്രൈറ്റ് ലൈൻ, ആ സ്ട്രൈറ്റ് ലൈനിൽ നമ്പർ മാർക്ക് ചെയ്യുന്നത് ഈക്വൽ ഡിസ്റ്റൻസിലാണ്. സെന്ററിലെ നമ്പറിനെ നാം 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ 0യിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടുള്ളതെല്ലാം പോസിറ്റീവ് നമ്പേഴ്സും 0യുടെ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം നെഗറ്റീവ് നമ്പേഴ്സ് ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യാറ്, അല്ലേ? അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് 1, 2, 3, 4 അങ്ങനെ മാർക്ക് ചെയ്യാം. ലെഫ്റ്റിലോട്ടാണെങ്കിൽ -1, -2, -3 അങ്ങനെ മാർക്ക് ചെയ്യാം. അതായത് 0യുടെ ലെഫ്റ്റിലുള്ള നമ്പേഴ്സ് എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ്, 0യുടെ ലെഫ്റ്റിലുള്ള നമ്പേഴ്സ് എല്ലാം നെഗറ്റീവ് നമ്പേഴ്സുമാണ്. ഇവിടെ 0യിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുന്തോറും വാല്യൂ കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് 0യിനെക്കാട്ടിലും വലിയ നമ്പറാണ് 1, 1നേക്കാളും വലിയ നമ്പറാണ് 2, 2നേക്കാട്ടിലും വലിയ നമ്പറാണ് 3. അതായത് റൈറ്റ് സൈഡിലോട്ട് പോകുന്തോറും വാല്യൂ കൂടിക്കൂടി വരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ലെഫ്റ്റിലോട്ട് പോകുന്തോറും 0യും -1 ആവുമ്പോൾ ആരായിരിക്കും വലിയ വാല്യൂ? യെസ്, 0 ആയിരിക്കും, അല്ലേ? അതേപോലെ തന്നെ -3യും -1 ആവുമ്പോൾ ആരായിരിക്കും വലിയ വാല്യൂ? തീർച്ചയായും -1 ആയിരിക്കും. അതായത് -3യെക്കാളും വലുതാണ് -1, -2നേക്കാളും വലുതാണ് 0. -1ഉം 1ഉം എടുക്കുമ്പോൾ -1ഉം -1 ആണ്, 1 എന്ന് പറയുന്നത് +1 പോസിറ്റീവ് 1 ആണ്. -1നേക്കാളും വലിയ നമ്പറാണ് പോസിറ്റീവ് നമ്പർ എന്ന് പറയുന്നത്, പോസിറ്റീവ് 1 എന്ന് പറയുന്നത്. ശരിയല്ലേ? അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോകുന്തോറും നമ്പറുകളുടെ വാല്യൂ കൂടിക്കൂടി വരുന്നു എന്നാണ് നമ്മൾ ഒരു റിയൽ ലൈനിൽ പഠിച്ചത്, അല്ലേ? ഇതിൽ ഒരു നമ്പർ നമ്മൾ മാർക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ നാം വളരെ ഈസിയായി മാർക്ക് ചെയ്യും. ഇപ്പോൾ 3 എന്ന് പറയുന്ന നമ്പറാണ്, അതിൻ്റെ പൊസിഷനാണ് ചോദിക്കുന്നതെങ്കിൽ 3 എന്ന് പറയുന്നത് ഇവിടെ വരുന്നു. അതേപോലെ തന്നെ -2 ആണ് ചോദിക്കുന്നതെങ്കിൽ -2 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അതേപോലെ 1 ആണ് ചോദിക്കുന്നതെങ്കിലും നമ്മൾ വളരെ ഈസിയായി മാർക്ക് ചെയ്യാറ്. ഇനി 1.1 ആണെങ്കിലോ, 1.1 എന്ന് പറയുന്നത് 1നേക്കാളും കൂടിയ, ദാറ്റ് മീൻസ് 0.1 കൂടുതലുള്ള നമ്പറാണ്, അല്ലെ? ഡെസിമൽ നമ്പറാണ്. സോ 1ന്റെയും 2ന്റെയും ഇടയ്ക്കാണ് 1.1 എന്ന് പറയുന്നത്. അതായത് 1ൽ നിന്ന് ജസ്റ്റ് കൂടി നിൽക്കുന്നതാണ്, 0.1 കൂടുതലുള്ളതാണ് 1.1 എന്ന് പറയാം. ഇനി 3 1/2 ആവുമ്പോഴോ, 3 1/2 എന്ന് പറയുന്നത് 3യെക്കാട്ടിലും 1/2 ഫ്രാക്ഷൻ കൂടുതലായിട്ടുണ്ട്. ദാറ്റ് മീൻസ് 3.5 ആണ്. അതായത് 3യെക്കാട്ടിലും 0.5 കൂടുതലാണ്. സോ നമ്മൾ 4ന്റെയും 3യുടെയും ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് പറയാം 3.5 അല്ലെങ്കിൽ 3 1/2 എന്നുള്ളത്. അതായത് ഒരു റിയൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 0യും പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും അതേപോലെ തന്നെ ഡെസിമൽ നമ്പേഴ്സും ഫ്രാക്ഷൻസും എല്ലാം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ശരിയല്ലേ? നമുക്ക് ഏവർക്കും പരിചയമുള്ള ഒരു മാത്തമാറ്റീഷ്യനാണ് റെയ്നെ ഡെക്കാർട്സ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല കഥകളെല്ലാം നാം ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. ഞാൻ വളരെ ചുരുക്കി പറയാം. അദ്ദേഹം വളരെ ചെറുപ്പം മുതൽ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ 8-9 വയസ്സ് വരെയൊന്നും സ്കൂളിൽ പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ പോയി തുടങ്ങിയപ്പോഴും മഞ്ഞുള്ള ദിവസങ്ങളിലൊന്നും എല്ലാ കുട്ടികളെയും പോലെ തന്നെ കൃത്യസമയത്ത് സ്കൂളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സമ്മതപ്രകാരം വളരെ വൈകിയാണ് ഉറങ്ങി എണീക്കാറുള്ളതും സ്കൂളിൽ എത്തിച്ചേരുന്നതും. അങ്ങനെ ഒരു ദിവസം കിടക്കുന്ന സമയത്ത് രാവിലെ മച്ചിലായിട്ട് ഒരു ഈച്ച വന്നിരിക്കുന്നതായിട്ട് കണ്ടു. പിറ്റേ ദിവസവും അദ്ദേഹം നോക്കിയത് അതേ സ്ഥാനത്ത് തന്നെ ആ ഈച്ച അവിടെ ഇരിക്കുന്നതായിട്ട് കണ്ടു. അദ്ദേഹം കിടക്കുന്നവിടെ നിന്ന് ആ ഈച്ചയുടെ സ്ഥാനത്തേക്കുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അതിനുള്ള വഴി എങ്ങനെയാണ് എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. മുറിയിലെ ഭിത്തികളിൽ നിന്നുള്ള ദൂരത്തെ അടിസ്ഥാനമാക്കി ഈച്ചയുടെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കാമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇതിൽ നിന്നാണ് ഇന്നത്തെ കോർഡിനേറ്റ് പ്ലെയിൻ എന്ന കൺസെപ്റ്റിലേക്ക്
എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം കോർഡിനേറ്റ് പ്ലെയിനെ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് കൂടി വിളിക്കുന്നു. ഈ ലൈനിന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് പോയിന്റ്സുകളുടെ പൊസിഷൻ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. ഈ ലൈനിന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ്. നമുക്ക് ഇതേപോലെ നമ്പേഴ്സ് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. 0 നമ്മൾ 1 എന്ന് കൊടുക്കുന്നു, 2, 3. താഴോട്ട് നമ്മൾ ഇവിടെ ലെഫ്റ്റിൽ കൊടുത്തതുപോലെ നെഗറ്റീവ് നമ്പേഴ്സ് മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് -1, -2, -3 എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അതായത് ലൈനിൽ റൈറ്റ് സൈഡിലുള്ള വാല്യൂസ് മുഴുവൻ പോസിറ്റീവും ലെഫ്റ്റിലുള്ള വാല്യൂസ് മുഴുവൻ നെഗറ്റീവ് നമ്പേഴ്സുമാണ് അല്ലേ. ഇതേപോലെ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ടോപ്പിലുള്ള നമ്പേഴ്സ് മുഴുവൻ പോസിറ്റീവ് നമ്പേഴ്സും ബോട്ടത്തിലുള്ളതെല്ലാം നെഗറ്റീവ് നമ്പേഴ്സുമാണ്. അതായത് ഈ രണ്ട് ആക്സിസിനെ ആക്സിസ് ഓഫ് കോർഡിനേറ്റ്സ് എന്ന് വിളിക്കും. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനെ എക്സ് ആക്സിസ് എന്നും വെർട്ടിക്കൽ ആയിട്ട് വരയ്ക്കുന്ന ലൈനെ വൈ ആക്സിസ് എന്നും നെയിം ചെയ്യാം. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആണ് എന്ന് പറഞ്ഞു. എന്താ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ? സമാന്തരമായിട്ട് അല്ലെ. അതായത് ഗ്രൗണ്ടിന് സമാന്തരമാക്കിക്കൊണ്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു, അതിനെ എക്സ് എന്ന് കൊടുക്കാം. സോ ലെഫ്റ്റ് എന്ന് പറയുന്നത് എക്സ് ഡാഷ് ആയി. ഇനി ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആക്കിക്കൊണ്ട്, അതായത് വെർട്ടിക്കൽ ആക്കി എടുത്തുകൊണ്ട് ലംബമായി വരച്ചുകൊണ്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയത് വൈയും വൈ ഡാഷുമാണ്. ഓക്കെ, അതായത് എക്സ് എക്സ് ഡാഷ് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലൈനും വൈ വൈ ഡാഷ് എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈനും 0യിൽ മീറ്റ് ചെയ്യുന്നു. ഈ പ്ലെയിനെ നമുക്ക് പറയാം ആക്സിസ് ഓഫ് കോർഡിനേറ്റ്സ്. ഏതൊരു പോയിന്റിനെയും നമ്പേഴ്സിന്റെ പേരാക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പേഴ്സിന്റെ പൊസിഷൻ മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആക്സിസ് ഓഫ് കോർഡിനേറ്റിൽ സാധിക്കും. അങ്ങനെയുള്ള പോയിന്റ്സിനെ നമുക്ക് കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് എന്ന് പറയാം. ഇനി എക്സ് ആക്സിസും വൈ ആക്സിസും ഇന്റർസെക്ട് ചെയ്യുന്നത് 0യിലാണ്. ദാറ്റ് മീൻസ് ഒറിജിനിലാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒറിജിൻ നമ്മൾ മാർക്ക് ചെയ്യാറ് 0, 0 എന്നാണ്. ഇതേപോലെ തന്നെ ഏത് നമ്പേഴ്സിനെ നമുക്ക് മാർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അതായത് 1, 2 എന്ന് പറയുന്ന ഒരു പോയിന്റിനെയാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതെങ്കിൽ ആ നമ്പർ എവിടെ വരും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പേരാക്കി എഴുതിയ രണ്ട് നമ്പേഴ്സ് 1, 2. ഇതിൽ ആദ്യം വരുന്ന നമ്പർ എക്സ് ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നും രണ്ടാമത് വരുന്ന നമ്പർ വൈ ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുമാണ്. അതായത് പെയർ ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് എക്സ് വൈ എന്നാണ് എഴുതാറ്. ആദ്യം വരുന്ന നമ്പർ എക്സ് ആക്സിസിലും രണ്ടാമത് വരുന്ന നമ്പർ വൈ ആക്സിസിനെയും ഡിനോട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് 1, 2 മാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കോർഡിനേറ്റ് എവിടെ വരുമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഇവിടെ ഹൊറിസോണ്ടൽ ലൈനിൽ റൈറ്റ് സൈഡിൽ വരുന്ന നമ്പേഴ്സ് ആണ് നമ്മൾ പോസിറ്റീവ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വെർട്ടിക്കൽ ലൈനിൽ ടോപ്പിൽ വരുന്നതാണ് പോസിറ്റീവ് നമ്പേഴ്സ്. ഇവിടെ നോക്കൂ, 1ഉം 2ഉം രണ്ടും പോസിറ്റീവ് നമ്പേഴ്സ് അല്ലേ. അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും പോസിറ്റീവ് ആയിട്ട് വരുന്നത് ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ. അതായത് ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നതാണ് നമ്മുടെ 1, 2 എന്ന് പറയുന്ന പെയർ. ഇനി സെക്കൻഡ് ക്വാഡ്രന്റ് നോക്കി. ഈ സെക്കൻഡ് ക്വാഡ്രന്റിൽ സംഭവിക്കുന്നത് എന്താ? എക്സ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന്റെ ലെഫ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം, അതായത് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. ഇനി വൈ ആക്സിസിന്റെ ടോപ്പും ചേർന്നിട്ടുള്ളതാണ് സെക്കൻഡ് ക്വാഡ്രന്റ്. അതായത് വൈ ആക്സിസിന്റെ ടോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അതായത് നെഗറ്റീവും പോസിറ്റീവും ചേർന്നിട്ട് വരുന്നതാണ് സെക്കൻഡ് ക്വാഡ്രന്റ്. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് നെഗറ്റീവും വൈ ആക്സിസ് എന്ന് പറയുന്നത് പോസിറ്റീവുമാണ്. ശരിയല്ലേ? ഇനി തേർഡ് ക്വാഡ്രന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിലോ, തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ലെഫ്റ്റിലും ദാറ്റ് മീൻസ് നെഗറ്റീവ് ആയിട്ടും വൈ ആക്സിസ് ബോട്ടത്തിൽ അതായത് നെഗറ്റീവ് ആയിട്ടുമാണ് കിടക്കുന്നത്. നെഗറ്റീവും നെഗറ്റീവും വരുന്നതാണ് തേർഡ് ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലോ എക്സ് ആക്സിസ് ഫസ്റ്റ് പറയണം. ഇവിടെ എക്സ് ആക്സിസ് പോസിറ്റീവ് ആയിട്ട് കിടക്കുന്നു. സോ എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടും വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുമാണ് കിടക്കുന്നത്. സോ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവുമായി വരുന്ന ക്വാഡ്രന്റ് ആണ് ഫോർത്ത് ക്വാഡ്രന്റ്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ
ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് എക്സും വൈയുമാണ് പെയേഴ്സ് എന്ന് പറഞ്ഞു. രണ്ടും പോസിറ്റീവ് ആണ്. എക്സ് പോസിറ്റീവ് ആയിട്ട് കിടക്കുന്നു, വൈയും പോസിറ്റീവ് ആയിട്ട് കിടക്കുന്നു. ദാറ്റ് മീൻസ് എക്സ് വൈ ആണെന്ന് പറയാം. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് എക്സ് നെഗറ്റീവ് ആയിട്ട് കിടക്കുന്നു, ദാറ്റ് മീൻസ് മൈനസ് എക്സ് ആണ്. വൈ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ട് കിടക്കുന്നു, ദാറ്റ് മീൻസ് മൈനസ് എക്സ് വൈ ആണ്. ഇനി തേർഡ് ക്വാഡ്രന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എക്സ് നെഗറ്റീവ് ആയിട്ടാണ് കിടക്കുന്നത്, വൈ എന്ന് പറയുന്നതും നെഗറ്റീവ് ആയിട്ടാണ്. സോ മൈനസ് എക്സ് മൈനസ് വൈ ആണ്. ശരിയല്ലേ? ഇനി ഫോർത്ത് ക്വാഡ്രന്റ് കൺസിഡർ ചെയ്താലോ, എക്സ് പോസിറ്റീവ് ആണ്, ദെൻ വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ എക്സ് മൈനസ് വൈ. അതായത് എക്സ് വൈ പോസിറ്റീവും മൈനസ് എക്സ് മൈനസ് വൈ രണ്ടും നെഗറ്റീവ് ആയിട്ട് വരുന്നതും, മൈനസ് എക്സ് വൈ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവായിട്ട് വരുന്നതും, എക്സ് മൈനസ് വൈ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമായിട്ട് വരുന്ന പെയേഴ്സ് എല്ലാം നമുക്ക് ഈ 4 ക്വാഡ്രന്റ്സിൽ പൊസിഷൻ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് 1, 2 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് അല്ലേ. എവിടെയായിരിക്കും ആ നമ്പർ വരിക? നോക്കി, ഇവിടെ 1 എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. അതായത് 1 നേരിട്ട് വരുന്ന നമ്പറും, ദെൻ 1, 2 ആണ്. വൈ ആക്സിസ് എന്ന് പറയുന്നത് 2-ലാണ്. അപ്പൊ നമ്മൾ വൈ കൺസിഡർ ചെയ്യാം. 2 എന്ന് പറയുന്നത് വൈ ആക്സിസിൽ എടുക്കുന്നു, രണ്ടും കൂടി നേരിട്ട് വരുന്ന പ്ലേസ്, ദാറ്റ് മീൻസ് ആ ഒരു പോയിന്റ്, ആ ഒരു പൊസിഷനാണ് നമ്മുടെ 1, 2 എന്ന് പറയുന്നത്. ഓക്കെ, 1, 2 എക്സ് വൈ ആയിട്ട് എടുക്കണം. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ 1 എക്സിൽ നിന്ന് എടുത്തു. 2 എന്ന് പറയുന്നത് വൈയിൽ നിന്ന് വേണം എടുക്കാൻ. സെക്കൻഡ് നമ്പർ വൈനെ റെപ്രസെന്റ് ചെയ്യുന്നു. സോ വൈയിൽ നിന്ന് നമ്മൾ 2 കൺസിഡർ ചെയ്യുമ്പോൾ 1, 2 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടും. ഓക്കെ, അതായത് 1, 2ന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതേപോലെ നമുക്ക് ഏത് പെയേഴ്സ് എടുത്താലും നമുക്ക് ഇതേപോലെ പോയിന്റ്സ് മാർക്ക് ചെയ്യാനായിട്ട്, ദാറ്റ് മീൻസ് പൊസിഷൻസ് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, രണ്ടാമത് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. -3 -1. ഓക്കെ, -3 -1 എന്ന് പറയുമ്പോൾ എക്സിൽ നിന്ന് -3 ആണ്. ദാറ്റ് മീൻസ് എക്സിൽ നിന്ന് -3 എടുക്കുന്നു. ദെൻ -1 ആണ്. ദാറ്റ് മീൻസ് വൈയിൽ നിന്ന് -1 കൺസിഡർ ചെയ്യുന്നു. വൈയിൽ നിന്ന് -1 കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടും കൂടി മീറ്റ് ചെയ്ത പ്ലേസ് ആണ് -3 -1. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നാം മെയിനായി ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഇവയായിരുന്നു. പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചുകൊണ്ട് പോയിന്റ്സുകളുടെ പൊസിഷൻ മാർക്ക് ചെയ്യുന്നതിന് ആക്സിസ് ഓഫ് കോർഡിനേറ്റ്സ് എന്നും, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനിനെ എക്സ് ആക്സിസ് എന്നും, വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനിനെ വൈ ആക്സിസ് എന്നും വിളിക്കാമെന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഹൊറിസോണ്ടൽ ലൈനെ എക്സ് ഡാഷ് എന്നും, വെർട്ടിക്കൽ ലൈനെ വൈ ഡാഷ് എന്നും നാം നെയിം ചെയ്തു. ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും കൂടി ഇന്റർസെക്ട് ചെയ്തത് ഒറിജിൻ, ദാറ്റ് മീൻസ് 0, 0 എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇനി പോയിന്റ്സുകളുടെ പൊസിഷൻ മാർക്ക് ചെയ്യാൻ പഠിച്ചു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 21 എന്ന് പറയുന്ന ഒരു നമ്പറാണ് പൊസിഷൻ, അതിൻ്റെ പൊസിഷനാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതെങ്കിൽ ആദ്യം വരുന്ന നമ്പർ എക്സ് ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നും രണ്ടാമത് വരുന്ന നമ്പർ വൈ ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നും നമ്മൾ പറഞ്ഞു. അതായത് 21 ആണ് മാർക്ക് ചെയ്യേണ്ടതെങ്കിൽ 2 എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും 1 എന്ന് പറയുന്നത് വൈ ആക്സിസിലുമാണ്. സോ 2-ലുള്ള എക്സ് ആക്സിസിലും വൈയിലുള്ള 1 കൂടി ഇന്റർസെക്ട് ചെയ്ത ഈ പോയിന്റ് ആണ് 2, 1 എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇതേപോലെ തന്നെ -3 2 ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതെങ്കിൽ -3 എന്ന് പറയുന്നത് എക്സിൽ നിന്നുള്ളതും, സോ എക്സിൽ നിന്നുള്ള -3യും വൈയിൽ നിന്നുള്ള 2ഉം എടുത്തുകൊണ്ട് വരയ്ക്കുമ്പോൾ രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ആണ് -3 2 എന്നാണ് നാം ഡിസ്കസ് ചെയ്തത്. ഇങ്ങനെ പോയിന്റ്സുകളെയൊക്കെ പെയറാക്കി എഴുതാമെന്ന് പറഞ്ഞു. ഈ നമ്പേഴ്സിനെ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് എന്ന് വിളിക്കുമെന്നും നാം ഡിസ്കസ് ചെയ്തു.
ഇനി എക്സ് ആക്സിസിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. അവിടെ y കോർഡിനേറ്റിന് എന്തായിരിക്കും സംഭവിക്കുക? എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 1ലാണ് ഒരു പോയിന്റ് എങ്കിൽ നാം എക്സ് ആക്സിസ് എന്നാണ് 1 എടുത്തത് അല്ലെ. അപ്പോൾ ആദ്യം എക്സ് ആക്സിസ് ദാറ്റ് മീൻസ് 1 മാർക്ക് ചെയ്യും. ഇനി നമ്മൾ രണ്ടാമതായിട്ട് പറയുന്നത് y ആക്സിസിന്റെ കാര്യമാണ്. ഇവിടെ എക്സ് ആക്സിസിൽ y കോർഡിനേറ്റിന് എന്തായിരിക്കും വരിക? യെസ്, ഇവിടെ y എന്ന് പറയുന്നത് നാം എടുക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ 0 ആയിരിക്കും നാം ഡിനോട്ട് ചെയ്യാം. അതായത് എക്സ് ആക്സിസിലുള്ള ഏതൊരു പോയിന്റിനും വൈയുടെ സ്ഥാനം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതേപോലെ തന്നെ y ആക്സിസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നാം ഒരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണ് എന്ന് വിചാരിക്കാം. ദാറ്റ് മീൻസ് -2 നാം ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. y ആക്സിസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ x എന്ന് പറയുന്നത് ഇല്ല. സോ നമ്മൾ 0 എന്ന് മാർക്ക് ചെയ്തു. y ആക്സിസിൽ y -2 ആണ്. അതായത് x കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0യും y കോർഡിനേറ്റ് -2 ആണ്. സോ പോയിന്റ് എന്ന് പറയുന്നത് 0 -2 ആണ് എന്നാണ് കിട്ടിയത്. അതായത് y ആക്സിസിൽ ഏതൊരു പോയിന്റ് മാർക്ക് ചെയ്താലും അവിടെ x കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, എക്സ് ആക്സിസ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ എക്സ് ആക്സിസിന് വാല്യൂ ഉണ്ടായിരിക്കും. y കോർഡിനേറ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 0 ആയിരിക്കും. ഇനി y ആക്സിസ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ y കോർഡിനേറ്റിന് വാല്യൂ ഉണ്ടായിരിക്കും. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 0 ആയിരിക്കും. ഓക്കെ, എക്സ് കോർഡിനേറ്റിൽ y വാല്യൂ 0യും y ആക്സിസിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0യുമാണ്. ഇനി നമ്മളോട് ഒറിജിന്റെ കോർഡിനേറ്റ് എഴുതാനായിട്ട് പറയുകയാണ്. അതായത് എക്സ് ആക്സിസും y ആക്സിസും 0യിൽ ഇന്റർസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഒറിജിൻ എന്ന് വിളിച്ചത് അല്ലെ. സോ ഒറിജിനിലെ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? എക്സ് ആക്സിസ് എന്ന് പറയുന്നത് അവിടെ 0 ആണ്, y ആക്സിസ് എടുക്കുമ്പോഴും 0 ആണ്. അതായത് പോയിന്റ് എന്ന് പറയുന്നത് 0 0 ആണ്. ഒറിജിൻ എന്ന് പറയുന്നത് 0 0 ആണെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മളോട് ചോദിക്കുകയാണ് 0 1 എന്ന് പറയുന്ന പോയിന്റ് ദാറ്റ് മീൻസ് എക്സ് ആക്സിസിന് പാരലൽ ആക്കി എടുത്തുകൊണ്ട് 0 1 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ അവിടെ വൈയുടെ വാല്യൂ എന്താണ് എന്നുള്ളത്. ആദ്യം നമുക്ക് 0 1 മാർക്ക് ചെയ്യാം. 0 1 ദാറ്റ് മീൻസ് y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1ലാണ്. അവിടെ എക്സിന്റെ വാല്യൂ എല്ലായ്പ്പോഴും 0 ആണെന്ന് പറഞ്ഞു. സോ 0 1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇത് എക്സ് ആക്സിസിന് പാരലൽ ആക്കി എടുത്തുകൊണ്ട് വരയ്ക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എക്സ് ആക്സിസിന് പാരലൽ ആക്കി കൊടുത്തുകൊണ്ട് 0 1 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ അവിടെ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 1 തന്നെ ആയിരിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ 1 0 എന്ന് പറയുന്ന പോയിന്റ് y ആക്സിസിന് പാരലൽ ആക്കി എടുത്തുകൊണ്ട് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അവിടെ എക്സ് ആക്സിസിന്റെ വാല്യൂ എന്താണ് എന്നതാണ്. അത് നമുക്ക് 1 0 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. 1 എക്സ് ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1 ആണ്. സോ 1 എടുത്തു. y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് മീൻസ് 1 0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇനി y ആക്സിസിന് പാരലൽ ആക്കിക്കൊണ്ട് ഒരു ലൈൻ വരയ്ക്കുമ്പോൾ അവിടെ എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ 3 വെർട്ടിസസ് ഓഫ് ദ റെക്ടാംഗിൾ. അതായത് തന്നിരിക്കുന്ന റെക്ടാംഗിളിൽ 4 വെർട്ടിസസിൽ ഒരു വെർട്ടെക്സിന്റെ പോയിന്റ് എന്ന് പറയുന്നത് 4 3 ആണ് എന്ന് തന്നിട്ടുണ്ട്. ബാക്കി 3 പോയിന്റ്സ് ആണ് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ട്രയാങ്കിളിനെ ഒരു കോർഡിനേറ്റ് പ്ലെയിനിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എക്സ് ആക്സിസും y ആക്സിസും കൂടി ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ആണ്. സോ 0 0 എന്ന് മാർക്ക് ചെയ്യാം. ഇനി നോക്കൂ, ഈ പോയിന്റിൽ 4 3 ആണ് പൊസിഷൻ. അതായത് 4 എന്ന് പറയുന്നത് എക്സ് ആക്സിസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടും 3 എന്ന് പറയുന്നത് y ആക്സിസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് കോർഡിനേറ്റ് എടുക്കുമ്പോൾ 4 ആണ്. സോ ആദ്യത്തെ എക്സ് കോർഡിനേറ്റ് 4 എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ 4 വാല്യൂ കൊടുക്കാം. ഇനി നോക്കൂ, എക്സ് ആക്സിസിൽ നമ്മൾ പറഞ്ഞു y കോർഡിനേറ്റ് എല്ലായ്പ്പോഴും 0 ആയിരിക്കും എന്നുള്ളത്.
അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോയിന്റിനെ 40 എന്ന് മാർക്ക് ചെയ്യാം. ഇനി ഈ പോയിന്റ് ഒന്നുകൂടി അനലൈസ് ചെയ്യുകയാണെങ്കിൽ ട്രീ എന്ന് പറയുന്നത് y കോർഡിനേറ്റ് ആണ്. സോ ട്രീ ലെഫ്റ്റിലേക്ക് കൺസിഡർ ചെയ്യുന്നു. y ആക്സിസ് ആണ്. y ആക്സിസിൽ എല്ലായ്പ്പോഴും x കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ x കോർഡിനേറ്റിന് പകരമായിട്ട് 0 നമുക്ക് കൊടുക്കാം. നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പഠിക്കുന്നത് ഈ റെക്ടാങ്കിളിന്റെ 4 വെർട്ടിസസ് ആയിരുന്നു. സോ ഫസ്റ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത് 0.00യും സെക്കൻഡ് വെർട്ടെക്സ് 40, ദെൻ തേർഡ് വെർട്ടെക്സ് 43, ഫോർത്ത് വൺ 03. അടുത്ത ക്വസ്റ്റ്യൻ. In the rectangle, the sides are parallel to the axis and origin is the midpoint. What are the coordinates of the other 3 vertices? അതായത് ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. ആ റെക്ടാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് എന്ന് പറയുന്നത് 3, 2 ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മറ്റ് 3 വെർട്ടിസസ് ആണ്. ഓക്കെ, ഇവിടെ രണ്ടും കൂടി മീറ്റ് ചെയ്ത പ്ലേസ് എന്ന് പറയുന്നത് ഒറിജിൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം റെക്ടാങ്കിളിന്റെ ലെങ്ത് ഈക്വൽ ആണ് എന്നുള്ളത്, അതേപോലെ തന്നെ ബ്രെഡ്ത്തും ഈക്വൽ ആണ്. അതായത് ഒറിജിനിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ടോപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം ഇവിടെ നിന്ന് ബോട്ടത്തിലേക്കുള്ള ഡിസ്റ്റൻസ്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ നിന്ന് റൈറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഒരു പോയിന്റ് 3, 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റു 3 പോയിന്റ്സ് നമുക്ക് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? 3, 2 ആണ്, രണ്ടും പോസിറ്റീവ് വാല്യൂസ് ആണ്. ദെൻ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്നത് x എന്ന് പറയുന്നത് നെഗറ്റീവും y പോസിറ്റീവുമാണ്. അതായത് 3 x-നെ റെപ്രസെന്റ് ചെയ്യുന്നു. 3യുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് -3 ആണ്. 2 എന്ന് പറയുന്നത് y-യെ റെപ്രസെന്റ് ചെയ്യുന്നു. സോ നമുക്ക് എഴുതാം -3, 2. ദെൻ തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് x നെഗറ്റീവും y-യും നെഗറ്റീവാണ്. സോ 3 എന്ന x കോർഡിനേറ്റ് എന്ന് പറയുന്നത് -3 ആവുന്നു. 2 എന്ന y കോർഡിനേറ്റ് -2 ആവുന്നു. ഓക്കെ, ദെൻ ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് x പോസിറ്റീവും y നെഗറ്റീവുമാണ്. 3യുടെ പോസിറ്റീവ് 3 തന്നെയാണ്. 2 എന്ന് പറയുന്നത് y കോർഡിനേറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം 3 -2. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഫോർത്ത് വെർട്ടെക്സ് ഓഫ് ദ പാരലലോഗ്രാം. ഇവിടെ ഒരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്. ഒരു സൈഡ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്ററും സെക്കൻഡ് സൈഡ് 4 സെന്റിമീറ്റർ ആണ്. ആദ്യമായി നമുക്ക് ഈ പാരലലോഗ്രാമിനെ നെയിം ചെയ്യാം. A, B, C, D. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് D എന്ന വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് ആണ്. അതിനായിട്ട് ആക്സിസ് മാർക്ക് ചെയ്യാം, x ആക്സിസും y ആക്സിസും. ഒരു സൈഡ് 6 സെന്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ 1, 2, 3, 4, 5, 6 എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ദെൻ 4 സെന്റിമീറ്റർ ആണ്. സോ 1, 2, 3, 4. ദെൻ ഇനി ഈ 6 സെന്റിമീറ്ററിന്റെയും 4 സെന്റിമീറ്ററിന്റെയും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ് എന്ന് കൂടി തന്നിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് D എന്ന വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് ആണെന്ന് പറഞ്ഞു. എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? യെസ്, ആദ്യമായി നമുക്ക് ഡിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. ഡിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ അത് 2ൽ ചെന്ന് മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് ഡിയിൽ വരുന്ന കോർഡിനേറ്റ്സിൽ x ആക്സിസും y ആക്സിസും ഉണ്ട്. x എന്ന് പറയുന്നത് 2 ആണ് എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. സോ കോർഡിനേറ്റ്സിൽ x കോർഡിനേറ്റ് എഴുതി 2 ആണ് എന്നുള്ളത്. ഇനി 60 ഡിഗ്രി ആണ്. പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെ 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി എന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് തേർഡ് ആംഗിൾ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഓക്കെ, ദെൻ 30:60:90 ആണ് ആംഗിൾ റേഷ്യോ. So side ratio 1:√3:2. So 30 opposite 1, 60 opposite √3, 90 opposite 2.
സൈഡായി എഴുതുമ്പോൾ 1x √3x 2x എന്ന് എഴുതാം. കമ്പയർ ചെയ്യാം. 2x എന്ന് പറയുന്നത് 4 ആണ്. 2x is equal to 4 കൊടുക്കുമ്പോൾ അതിൽ നിന്ന് x is equal to 2 ആണ് എന്ന് കിട്ടി. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താ? y കോർഡിനേറ്റ് ആണ് അല്ലേ. അതായത് ഇവിടെ നിന്ന് y നേരിട്ട് എവിടെയായിരിക്കും എന്നുള്ളതാണ്. 3ക്കും 4നും ഇടയിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കൃത്യമായ ഒരു വാല്യൂ പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതായത് ഇവിടെ നിന്ന് ഒറിജിനിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇത് തന്നെയല്ലേ ഇവിടെയുള്ളത്. ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താ? √3x ആണ് അല്ലേ. അതായത് √3 × x √3 × 2 ആണ്. ദാറ്റ് ഈസ് 2√3 ആണ്. ഈ ഡിസ്റ്റൻസ് 2√3 ആണെങ്കിൽ ഇവിടെയുള്ള y കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാം 2√3. നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത് എന്തായിരുന്നു? ഡിയുടെ കോർഡിനേറ്റ്സ് ആണ്. നമുക്ക് കിട്ടി 2√3. അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രയാങ്കിൾ ഈസ് ഈക്വിലാറ്ററൽ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഇറ്റ്സ് വെർട്ടിസസ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസിൽ വരുന്ന കോർഡിനേറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ബേസ് 4 cm ആണ് എന്ന് തന്നതുകൊണ്ട് തന്നെ ബാക്കി 2 സൈഡ്സും 4 cm ആയിരിക്കും എന്ന് നമുക്കറിയാം. അതിനോടൊപ്പം തന്നെ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും, ഈക്വൽ ടു 60 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? ഇവിടെ 0-യിലാണ് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 0 എന്ന്. 4 ഡിസ്റ്റൻസിലാണ് അടുത്ത കോർഡിനേറ്റ് കിടക്കുന്നത്. അതായത് x ആക്സിസ് എന്ന് പറയുന്നത് 4 എന്നും x കോർഡിനേറ്റ് 4 എന്ന് എഴുതാം. y ആക്സിസ് ദാറ്റ് മീൻസ് y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ 4 0 എന്ന് എഴുതാം. 4 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് സെക്കൻഡ് വെർട്ടെക്സ് വരുന്നത്. അതായത് ഇവിടെ വരുന്ന y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0-യും x കോർഡിനേറ്റ് എന്ന് പറയുന്നത് 4-ഉം ആയിരിക്കും. ഇപ്പം നമ്മൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 2 വെർട്ടിസസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താ? തേർഡ് വെർട്ടെക്സ് ആണ്. ഇതിനായിട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഞാൻ വരയ്ക്കുകയാണ്. പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്കറിയാം മിഡ് പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലർ ലൈൻ വരച്ച മിഡ് പോയിന്റിൽ നിന്നും ലെഫ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് റൈറ്റിലോട്ടുള്ളത്. അതായത് 4 ആണ് ടോട്ടലുള്ള ഡിസ്റ്റൻസ് എങ്കിൽ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം 2 2 എന്ന്. അതായത് ഈ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത് 2-ൽ പോയി ടച്ച് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ 90 ഡിഗ്രി മേക്ക് ചെയ്യും. ഒരു ആംഗിൾ 60 ആയതുകൊണ്ട് തന്നെ 90. സോ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 60-യെ 2 ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ 30 ഡിഗ്രീസ് ആയിട്ട് കിട്ടും. അതായത് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 30 60 90 ആണെന്ന് കിട്ടി. റേഷ്യോ അപ്ലൈ ചെയ്യാം. 1:√3:2. സോ 30-യുടെ ഓപ്പോസിറ്റ് 1, 60-യുടെ ഓപ്പോസിറ്റ് √3, 90-യുടെ ഓപ്പോസിറ്റ് 2 എന്ന് കൊടുക്കുന്നു. ദെൻ 1x √3x 2x എന്ന് കൊടുക്കുമ്പോൾ 2x 4 ആയിട്ടാണുള്ളത്. കമ്പയർ ചെയ്യാം. 2x is equal to 4. That is x is equal to 2 cm. ഓക്കെ, ഇവിടെ നമ്മൾ താഴോട്ട് വരച്ചിരിക്കുന്ന സമയത്ത് 2-ലേക്കാണ് x ആക്സിസ്. അതായത് ഈ വെർട്ടെക്സിന്റെ കോർഡിനേറ്റ് x കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് y കോർഡിനേറ്റ് ആണ്. y കോർഡിനേറ്റ് എന്ന് പറയുന്നത് y-ലേക്കുള്ള ഡിസ്റ്റൻസ്. ഈ ദൂരത്തെയാണ് നമ്മൾ y കോർഡിനേറ്റ് ആയിട്ട് എടുക്കാറ്. സോ ഈ ഡിസ്റ്റൻസ് തന്നെയല്ലേ ഇവിടെയുള്ളത്. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഇവിടെയുള്ളത് √3x ആണ്. അതായത് എക്സിന്റെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ √3x എന്ന് പറയുന്നത് √3 × 2 ആയി മാറും. ദാറ്റ് മീൻസ് √3 × 2 ഈക്വൽ ടു 2√3 ആയിട്ട് കിട്ടും. സോ y കോർഡിനേറ്റിന് പകരമായി നമുക്ക് എഴുതാം 2√3 എന്ന്. അതായത് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ തേർഡ് വെർട്ടെക്സ് എന്ന് പറയുന്നത് x കോർഡിനേറ്റ് 2-ഉം y കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ദൂരം ദാറ്റ് മീൻസ് 2√3-യുമാണ്. So 3 vertices are 0 0 4 0 and 2 2√3. Clear idea? Okay, thank you.